അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്, എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം? കുറച്ചായി ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറച്ച് തിരക്കായിപ്പോയി. അതുകൊണ്ടാണ്. ഇത് വാപ്ച്ചിയും ഉമ്മച്ചിയൊക്കെ സൗദിയിൽ റിയാദിൽ ഞങ്ങളുടെ അടുത്ത് വന്നതിന് ശേഷം ഞങ്ങൾ അവരുമായിട്ട് പുറത്ത് പോയ ഒരു വീഡിയോ ആണ്. കുറച്ച് ദിവസത്തെ വീഡിയോസ് ഉണ്ട് കേട്ടോ. പുറത്ത് പോയതും പിന്നെ ഇൻഷാ അല്ലാഹ് ഞങ്ങൾ നാട്ടിലോട്ട് വരുന്നതിൻ്റെ വീഡിയോയും അതിലോട്ടുള്ള സാധനങ്ങൾ വാങ്ങിച്ച വീഡിയോയൊക്കെ മിക്സായിട്ട് ഇട്ടതാണ്. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. ഇത് ഞങ്ങളുടെ അടുത്ത് തന്നെയുള്ള, അടുത്തല്ല, കുറച്ച് പോകണം, അവിടെ ആയിട്ടുള്ളൊരു പാർക്കാണ്, സലാം പാർക്ക് എന്ന് പറയും. അവിടെ ഉള്ളവർക്കറിയാം. അങ്ങനെ അവിടെ ഞങ്ങളൊരു രാത്രിയൊക്കെ ആയപ്പോഴാണ് പോയത്. പക്ഷേ രാത്രി ആയപ്പോഴത്തേക്ക് അതിൻ്റേതായ ഭംഗിയുണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ അപ്പോഴത്തേക്ക് ഭയങ്കര തണുപ്പായിരുന്നു. അങ്ങനെ എന്നിരുന്നാലും കുഴപ്പമില്ല, എല്ലാം നല്ല രസമായിട്ടൊക്കെ കണ്ട് വാപ്ച്ചിയും ഉമ്മച്ചിയൊക്കെ ആയിട്ട് ആദ്യമായിട്ട് ഇറങ്ങിയതാണ്. അങ്ങനെ പിന്നെ എവിടെ പോയാലും ഫാത്തിമായ്ക്ക് മെയിനായിട്ട് വേണ്ടുന്നത്, കുട്ടികൾക്ക് അങ്ങനെയാണല്ലോ, അവർക്ക് കളിക്കുന്ന സാധനമാണല്ലോ വേണ്ടത്. അങ്ങനെ അവിടെ കുറച്ച് കളിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതിലൊക്കെ കയറി കുറച്ച് നേരം അവിടെയൊക്കെ സമയം കളഞ്ഞു. കുറച്ച് നേരത്തോളം അവിടെ നിന്നു. അപ്പം അവിടെ അരയന്നം ഉണ്ട്, പിന്നെ മീൻ, നല്ല രസമായിരുന്നു കാണാൻ. പക്ഷെ നല്ല തണുപ്പായതുകൊണ്ടിട്ട് നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഒരു മണിക്കൂറോളം അവിടെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ. പിന്നെ ഇത് വേറൊരു ദിവസത്തെ വ്ളോഗാണ്. പിന്നെ ഞങ്ങളിത് എവിടെയോ പോകാനായിട്ട് ഇറങ്ങിയതാണ്. എവിടെയാണെന്ന് കറക്റ്റ് ഓർക്കുന്നില്ല. അത് തന്നെ, ബത്തയിൽ പോകാനായിട്ട് ഇറങ്ങിയതാണ്. അതായത് ബത്ത എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാം എന്നുള്ള രീതിയിൽ പോയി എന്തു വാങ്ങിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെയൊന്നും അവിടെ നിന്ന് വാങ്ങിക്കാനായിട്ടില്ല. അങ്ങനെ ജസ്റ്റ് ബത്തയൊക്കെ ഒന്ന് കണ്ടു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി പോകുന്ന വഴിക്ക് ഞങ്ങൾ മദീന ഹൈപ്പർ മാർക്കറ്റ് കണ്ടു. അങ്ങനെ പിന്നെ അവിടെ കയറിയായിരുന്നു. അവിടെ നിന്നാണ് പിന്നെ കുറച്ച് മിഠായി, അത്രയേ ഉള്ളൂ, അല്ലാതെ കൂടുതലായിട്ടൊന്നും വാങ്ങിക്കാനില്ല. കുറച്ച് മിഠായി, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നെ ബത്തേരിയിൽ പോയപ്പോഴും ആ ഭാഗത്തായിട്ടാണ് വാപ്ച്ചി മുമ്പ് വർക്ക് ചെയ്തിട്ടുള്ളത്. ഏകദേശം 30 വർഷത്തിന് മുമ്പ് വാപ്ച്ചി വർക്ക് ചെയ്തിട്ടുള്ള കമ്പനിയും ഉമ്മച്ചിയും വാപ്ച്ചിയും കൂടെ താമസിച്ചിരുന്ന റൂമും എല്ലാം എനിക്ക് കാണിച്ചു തന്നു. അത് കാണാനുള്ളൊരു ഭാഗ്യം കിട്ടി. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങളിവിടെ മദീന ഹൈപ്പർ മാർക്കറ്റിൽ വന്ന് അപ്പോൾ അവിടുന്ന് ചായ കുടിച്ച് ഫാത്തിമ പെപ്സി എന്നാണ് പറഞ്ഞത്, പക്ഷേ ഇക്ക കേട്ട പപ്സ് എന്നാണ്. അങ്ങനെ എന്തായാലും ചായയും പപ്സും എല്ലാം കഴിച്ചു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ വേറൊരു ദിവസത്തെ വീഡിയോ ആയത്. ഞങ്ങളിത് ഹറാജിൽ പോയതാണ്. ഹറാജ് എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാ സാധനങ്ങളും ഒരുമിച്ചുള്ളൊരു സ്ഥലമാണ് അവിടെ. അങ്ങനെ എല്ലാവിധ സാധനങ്ങളും കാണും. പിന്നെ ഇലക്ട്രിക് ടൂൾസ് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സാധനങ്ങൾ എല്ലാം ഉണ്ട്. ഡ്രസ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അങ്ങനെ ജസ്റ്റ് പോയി, എന്താ വേണമെന്നേ നമുക്കറിയത്തില്ലല്ലോ, ചെന്ന് നോക്കുമ്പോഴാണല്ലോ വേണ്ടി വരുന്നത്. അങ്ങനെ എങ്കിൽ നോക്കാമെന്നുള്ള ഇതിൽ പോയതാണ്. അപ്പോൾ ചെന്നപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. ഒരു ഫ്രൈഡേ എങ്ങാണ്ടാണ് ഞങ്ങൾ പോയത്. അങ്ങനെ ഞങ്ങളകത്ത് കയറിയപ്പോഴത്തേക്ക് സൂര്യൻ ബൈ ബൈ പറഞ്ഞു പോകുന്ന ടൈമൊക്കെ ആയി. അപ്പോഴും നല്ല തണുപ്പുണ്ട്. അത്യാവശ്യം തണുപ്പുണ്ടെങ്കിലും വാപ്ച്ചി ഒട്ടും ജാക്കറ്റ് ഇടാത്ത ആൾ ഇപ്പോഴും ഈ ടൈമിലും ജാക്കറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അത്രയും നല്ല തണുപ്പുള്ളതുകൊണ്ടിട്ട്. പിന്നെ ഉമ്മച്ചിയും ജാക്കറ്റ് ഇട്ടിട്ടാണ് പർദ്ദ ഇട്ടേക്കുന്നത്. അതുകൊണ്ട് പുറമേ ജാക്കറ്റ് കാണാത്ത. എന്നിട്ട് തന്നെ വിറച്ച് ഉമ്മച്ചി നടക്കും. നല്ല തണുപ്പുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അകത്ത് കയറി ജസ്റ്റ് അതൊക്കെ ഒന്ന് കണ്ടപ്പോൾ തന്നെ പ്രയർ ടൈം ആയപ്പോഴത്തേക്ക് അവർ നമസ്കരിക്കാനായിട്ട് പോയി. പിന്നെ ഫാത്തിമയ്ക്ക് ഇതുപോലെ ഫ്രഞ്ച് ഫ്രൈസ് വേണമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ഫ്രഞ്ച് ഫ്രൈസ് വാങ്ങിച്ച് അത് അവൾ ചൂടോടുകൂടി എടുത്ത് വായി വെച്ച് വാ പൊള്ളു. അത് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഒരു മാംഗോ ജ്യൂസ് കൂടെ വാങ്ങിച്ച്. അപ്പോൾ അത് കുടിച്ചിട്ട് ഫ്രൂട്ടിയുടെ ടേസ്റ്റ് എന്നാണ് അവൾ പറയുന്നത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അപ്പോൾ അവരെ കാത്ത് ഞങ്ങളവിടെ ഇരുന്ന് ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ വീഡിയോയിൽ നോക്കുമ്പോൾ വാപ്ച്ചി നടന്നു പോകും. വാപ്ച്ചി ഞങ്ങളെ തപ്പിപ്പോയതാണ്. അങ്ങനെ പിന്നെ അവിടെ ഇരുന്നു. വാപ്ച്ചി വാങ്ങിച്ചതാണ് അതിൻ്റെ കൂട്ടത്തിൽ നിന്ന് കിട്ടിയത് ഒരു ഷോ പീസ് പോലെ വെക്കാം. ഇത് പനിനീർ തളിക്കുന്ന സാധനമാണ്. പിന്നെ ഈ ബോട്ടിലും എന്തോ വാപ്ച്ചി ഇഷ്ടപ്പെട്ടപ്പോൾ വാങ്ങിച്ചതാണ്. അങ്ങനെ പിന്നെ കുറച്ച് നേരമൊക്കെ ഞങ്ങളവിടെ ഇരുന്നു. അത് കഴിഞ്ഞ് പിന്നെ വേറൊന്നും വാങ്ങിച്ചില്ലെന്ന് തോന്നുന്നു അവിടുന്ന്. അങ്ങനെ പിന്നെ കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്നിട്ട് ഇറങ്ങി. പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് മലാസിലുള്ള അൽമാസ് റെസ്റ്റോറൻറ്റിലാണ് പോയത്. ഞങ്ങൾ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് വേറെ ഹോട്ടലിൽ പോകുന്നത്. ഞങ്ങൾ ആകെ പോയിട്ടുള്ളത് മൽബാറീസിലാണ്. വേറെ എവിടെ അങ്ങനെ പോയില്ല. അങ്ങനെ പിന്നെ ഫുഡ് കഴിക്കാമായിരുന്നു. അപ്പോൾ വാപ്പച്ചിയും ഫാത്തിമയും കൂടെ ഭയങ്കര തർക്കം. എന്ത് കാര്യമായിരുന്നെന്ന് ഞാൻ ഓർക്കുന്നില്ല. അങ്ങനെ അവർ രണ്ടുപേരും തർക്കിക്കുക. അങ്ങനെ പിന്നെ ഫുഡെല്ലാം വന്ന് ബട്ടർ നാനും അൽഫാമും ആയിരുന്നു നമ്മൾ ഓർഡർ ചെയ്തത്. നല്ല ഫുഡ്, ഞാൻ പറയേണ്ട കാര്യമില്ല, അവിടെ കഴിച്ചിട്ടുള്ളവർക്കറിയാം. പക്ഷേ എന്നിരുന്നാലും പറയുക, നല്ല ഫുഡായിരുന്നു.
നമുക്ക് നാട്ടിൽ നിന്നൊക്കെ കിട്ടുന്ന പോലത്തെ നല്ല അൽഫാമും ഒക്കെ ആയിരുന്നു. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ അവിടെ വലിയൊരു അക്വേറിയം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം കണ്ട് കുറച്ച് നേരം അവിടെ നിന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അവിടെ നിന്ന് ഇറങ്ങി നേരെ ഞങ്ങൾ പിന്നെ റൂമിലോട്ടാണ് വന്നത്. വേറെ എവിടെയും പിന്നെ ഒന്നും പോയില്ല. അതിൻ്റെ ഇടയിൽ കൂടെ ക്യാമറ ഓണാക്കി വെച്ച് അവളെ കൊണ്ടാവുന്ന പോലെ അവൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഒരു ദിവസം രാത്രി ഉമ്മച്ചിയും വാപ്പച്ചിയും ഒന്നും വന്നില്ല. അവർ പിന്നെ തണുപ്പൊക്കെ ആയതുകൊണ്ട് പിന്നെ രാത്രി അപ്പോൾ ഒട്ടും ഇറങ്ങത്തില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ മാത്രം അടുത്തുള്ളൊരു പാണ്ട എന്ന് പറയുന്ന സൂപ്പർ മാർക്കറ്റിൽ വന്നത്. എന്തിനാണ് വന്നതെന്ന് ചോദിച്ചാൽ അറിയത്തില്ല. വരും, എന്തെങ്കിലും നോക്കും, കണ്ണിൽ എന്തോന്നാണോ കാണുന്നത് വേണമെന്നേന്ന് തോന്നും, അത് വാങ്ങിക്കും, അത്രയേ ഉള്ളൂ. അല്ലാതെ നമ്മൾ നേരത്തെ കൂട്ടി ലിസ്റ്റ് ഇട്ട് വാങ്ങിക്കുന്ന സാധനങ്ങളൊന്നും ഇല്ല. അങ്ങനെ പിന്നെ കുറച്ച് ചോക്ലേറ്റ്സ് അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. പിന്നെ മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മൾ വെയിറ്റ് നോക്കുക എന്നതാണല്ലോ. അതായത് ഞങ്ങൾക്ക് 3 പേർക്ക് കൂടെ 140 കിലോളം കൊണ്ടുവരായിരുന്നു. 40ഉം 10ഉം അങ്ങനെയായിരുന്നു ഒരാൾക്ക്. അങ്ങനെ എന്തായാലും അതുകൊണ്ടിട്ടാണ് സാധനങ്ങൾ കാര്യമായിട്ട് വാങ്ങിച്ചത്. അങ്ങനെ പിന്നെ ഒരു വട്ടം ഇതുപോലെ ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഉംറയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ റീലിട്ടവർക്ക് അറിയാം. അപ്പം അതിന് കുറച്ച് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടായിട്ട് ഇവിടെ ഫ്ലെമിംഗോ മാളിൽ വന്നതാണ്. അപ്പോൾ ഞങ്ങളവിടെ അൽവഫ ഉണ്ടെന്നും പറഞ്ഞിട്ട് വന്നത്, പക്ഷെ അത് ഓപ്പൺ ആയിട്ടില്ലായിരുന്നു. അങ്ങനെ അവിടുന്ന് മോൾക്ക് 2 ഡ്രസ്സ് എടുത്തിട്ട് അവിടുന്ന് നേരെ പിന്നെ ഇത് പ്രൈസസി എന്ന് പറയുന്ന ഒരു ഷോപ്പാണ്. നമ്മുടെ ഇവിടുത്തെ 99, 69 എന്ന് പറയുന്ന പോലത്തെ കടകളുണ്ടല്ലോ, അതുപോലത്തെ 5 റിയാൽ കടയായത്. അവിടെ ചെന്നപ്പം ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട്. ഇഷ്ടം പോലെ നമുക്ക് ഏതെടുക്കണമെന്നറിയത്തില്ല. അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങൾ അവിടുന്ന് വാങ്ങിച്ച്. പിന്നെ ഇത് ഒരു വട്ടം ലുലുവിൽ വന്നതാണ്. ഇത് മുറബയിലുള്ള ലുലുവിലാണ് പോയത്. അവിടെ ചെന്നപ്പോൾ ഇഷ്ടം പോലെ ഷോ പീസ് സാധനങ്ങളൊക്കെ ഉണ്ട്. ഒന്നും ഞാൻ വാങ്ങിച്ചില്ല, വെറുതെ ജസ്റ്റ് ഒന്ന് കണ്ടു പോയതേ ഉള്ളൂ. അങ്ങനെ അതെല്ലാം കണ്ടു കഴിഞ്ഞു. അവിടുന്ന് വേറെ ഒന്നും വാങ്ങിച്ചില്ലെന്ന് തോന്നുന്നു. എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്ന് ഞാൻ ഇതിനകത്ത് കാണിക്കുന്നില്ല. കാര്യം ഞാൻ അതൊന്നും അങ്ങനെ ഡീപ്പായിട്ട് വീഡിയോ എടുത്തിട്ടില്ല. ജസ്റ്റ് അല്ലാതെ കുറച്ച് വീഡിയോസ് എടുത്തതേ ഉള്ളൂ. അങ്ങനെ പിന്നെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചു. അതെല്ലാം കഴിഞ്ഞു. പിന്നെ മേളിലോട്ട് പോയി. മേളിൽ അവിടെ ഡ്രസ്സിൻ്റെ സെക്ഷനിൽ പോയി. ഞങ്ങൾക്ക് നാട്ടിലോട്ട് ഇട്ടുകൊണ്ട് വരാനുള്ള ഡ്രസ്സ് ഞങ്ങൾ അവിടെ നിന്ന് എടുത്തതാണ്. മോൾക്ക് കുഴപ്പമില്ലാതെയൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ എനിക്ക് ഒത്തിരി തപ്പിയിട്ടാണ് കിട്ടിയത്. കാര്യം നമ്മുടെ ഒരു ഇതല്ലല്ലോ അവിടെ. അപ്പോൾ പിന്നെ ഫാത്തിമ ഇവിടെ ഒന്ന് നിർത്തി ഒരു ഫോട്ടോ എടുക്കാമെന്ന് ചോദിച്ചപ്പോൾ അവൾക്ക് ഭയങ്കര പാട്. അങ്ങനെ വല്ലച്ചാലും അവളൊന്ന് നിന്ന് തന്നു. പിന്നെ അതെല്ലാം കഴിഞ്ഞ് പാക്കിങ്ങിൻ്റെ സെക്ഷനിലെത്തി ഞങ്ങൾ. പാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ തീരുമെന്നോ എവിടുന്ന് തുടങ്ങുമെന്നോ ഒന്നും അറിയത്തില്ല. കാര്യം എന്തൊക്കെയോ കുറേ സാധനങ്ങൾ വാങ്ങിച്ച് അതെല്ലാം വാങ്ങിക്കുമ്പോൾ ഇച്ചിരി വാങ്ങിക്കുന്നത്. പക്ഷെ പിന്നെ അതെല്ലാം കൂടെ പോകും. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ നടക്കുന്നൊരു കാര്യമാണ് ഫാത്തിമയ്ക്ക് ഇക്ക എവിടെയും പോകുന്നത്. അതായത് ഫാത്തിമയ്ക്ക് എപ്പോഴും ഇക്ക കൂടെ വേണമെന്നുള്ള ഒരൊറ്റ മെൻറ്റാലിറ്റിയേ ഉള്ളൂ. ഇവളെ ഞാൻ എങ്ങനെ നാട്ടിൽ കൊണ്ടുവരുമെന്ന് എനിക്ക് ഒട്ടും അറിയത്തില്ലായിരുന്നു. പക്ഷേ ടൈം ആയപ്പോൾ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാലായിരിക്കും ഇക്ക പോകുന്നത്. അല്ലാതെ പോകുന്നതൊക്കെ ഞങ്ങളുമായിട്ടായിരിക്കും. ഇക്ക അതിൻ്റെ ഇടയ്ക്ക് പോയേനെ ആ കരയുന്നത്. പിന്നെ ഇത് ഞങ്ങൾ പോകുന്നതിൻ്റെ തലേ ദിവസം ബി11 പോയതാണ്. ഞങ്ങളുടെ റൂമിൻ്റെ അടുത്തൊരു ബി11 തുടങ്ങി. എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണമെന്ന് ഒത്തിരി നാൾ കൊണ്ടേ പറഞ്ഞിരുന്നു. അങ്ങനെ ഇക്ക തന്നെ ഓർത്തത് കൊണ്ടുപോയതാണ്. ചെന്ന് എന്താ വേണ്ടതെന്ന് പറയാൻ പോലും സത്യത്തിൽ ഞങ്ങൾക്ക് അറിയത്തില്ല. അവിടെ ചെന്ന് ഇന്നത് വേണമെന്ന് പറയാൻ എന്താണെന്ന് നമുക്ക് അറിയത്തില്ല, നമ്മൾ വാങ്ങിച്ചിട്ടില്ലല്ലോ. അങ്ങനെ പിന്നെ അവിടെ ഉള്ള ആളോട് പറഞ്ഞപ്പോൾ അയാൾ ഒരെണ്ണം സെറ്റ് ചെയ്ത് തന്നതാണ്. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു. അതങ്ങനെ ആയിരിക്കുമല്ലോ, എന്തായാലും അവിടുന്ന് കഴിച്ചിട്ടുള്ളവർക്ക് അറിയാമല്ലോ. അങ്ങനെ ഞങ്ങൾ കാറിൽ വന്നിരുന്ന് അത് കഴിച്ചു നോക്കി. കഴിച്ചപ്പോൾ നല്ല അടിപൊളി സാധനമായിരുന്നു. ഫാത്തിമയ്ക്കും ഞങ്ങൾക്ക് 3 പേർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ, ഒരുപോലെ ഇഷ്ടപ്പെട്ടു. പിന്നെ വേറെ എന്തൊക്കെയോ എവിടേക്കോ ഒന്നുകൂടെ കറങ്ങിയിട്ട്, കാര്യം പോകുന്നതിൻ്റെ തലേന്ന് രാത്രിയായത്. പിന്നെ സമയമില്ല. ഞാൻ പറഞ്ഞില്ലേ ഫാത്തിമ ഇക്കായുമായിട്ടുള്ള ബോണ്ട് എല്ലായിടവും ഉള്ളതാണ്. ഈ ബോണ്ട് ഇല്ലെന്നല്ല, പക്ഷേ ഇത് നമുക്ക് കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമമായിരുന്നത്. ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇവൾ പിടിച്ച് നിൽക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. എന്തായാലും അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ല. പിന്നെ പാക്കിങ് എങ്ങനെയൊക്കെയോ എല്ലാം കൂടെ മിക്സാക്കിയൊക്കെ എങ്ങനെയൊക്കെയോ പാക്കിങ് തലേന്ന് രാത്രിയായപ്പോൾ തീർത്ത്. പിന്നെ പേരെഴുതണമല്ലോ. പേര് ഒരു പെട്ടിയിൽ ഇക്ക എഴുതി, ബാക്കി 5 പെട്ടിയിൽ ഞാനാണ് എഴുതിയത്. ഞാനിങ്ങനെ എഴുതി, ജസ്റ്റ് ചുമ്മാ നമ്മൾ സ്കെച്ച് കൊണ്ട് ചുമ്മാ അങ്ങ് എഴുതി. ഇക്ക എഴുതിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കെയിൽ വെച്ച് അളന്ന് നോക്കിയൊക്കെ എഴുതിയത്. ഇക്ക എഴുതിയതാണ് ഈ കാണുന്നത്.
എഴുതിയത് ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ ഇനിയിപ്പോൾ നാട്ടിലോട്ട് വരുന്ന വീഡിയോയൊക്കെ ആയിട്ട് ഇൻഷാ അള്ളാ ഞാൻ ഉടനെ വരാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക.